ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ ആക്ച്വേറ്റേഴ്സിനെ പറ്റിയാണ്. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ തെർമൽ സെൻസേഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തെർമൽ സെൻസർ എന്താണ്, തെർമൽ ആക്ച്വേറ്റർ എന്താണ് എന്നൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പഠിച്ചിരുന്നു. അന്നേരം നമ്മൾ ഈ തെർമൽ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് യൂസിങ് മെനി ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പല പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ടെമ്പറേച്ചറും അതേപോലെ ഹീറ്റും എല്ലാം നമ്മൾ മെഷർ ചെയ്തിരുന്നു. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന തെർമൽ സെൻസേഴ്സ് എന്ന് പറയുന്ന ഏതൊക്കെയായിരുന്നു? തെർമൽ ബൈമോർഫ് സെൻസർ, അതേപോലെ തെർമൽ കപ്പിൾസ്, അതേപോലെ തെർമൽ റെസിസ്റ്റീവ് സെൻസേഴ്സ്. ഇതെല്ലാമാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തിരുന്ന തെർമൽ സെൻസേഴ്സ്. അതുപോലെ നമ്മൾ തെർമൽ ട്രാൻസ്ഫർ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെയാണ് തെർമൽ ട്രാൻസ്ഫർ പ്രോസസ്സ് നടക്കുന്നത്? ഏതൊക്കെയാണ്? കണ്ടക്ഷനുണ്ട്, കൺവെക്ഷൻ ഉണ്ട്, അതേപോലെ റേഡിയേഷൻ ഉണ്ട്. ഈ 3 പ്രോസസ്സ് മുഖേനയാണ് നമ്മൾ തെർമൽ ട്രാൻസ്ഫർ പ്രോസസ്സ് നമ്മൾ നടക്കുന്നത്. സോ ഇനി നമുക്ക് തെർമൽ ആക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. Actuation of microscale devices and structures can be achieved by injecting or removing heat. അന്നേരം നമ്മൾ തെർമൽ ആക്ച്വേഷനകത്ത് മൈക്രോസ്കെയിൽ ഡിവൈസസിൻ്റെ ആക്ച്വേഷൻ നടത്തുന്നത് എന്ത് മുഖേനയാണ്? ഇൻജക്റ്റിംഗ് അല്ലെങ്കിൽ റിമൂവിങ് ഹീറ്റ് കൊടുത്തോ അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്തോ ആണ് നമ്മൾ ആക്ച്വേഷൻ മൈക്രോസ്കെയിൽ ഡിവൈസസിനകത്ത് നമ്മൾ ആക്ച്വേഷൻ പ്രോസസ്സ് നടത്തുന്നത്. Changes in temperature profile in turn result in mechanical displacement or force output through thermal expansion, contraction or phase change. അപ്പം നമ്മൾ ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ഉണ്ടാവാം. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫോഴ്സ് ഔട്ട്പുട്ട് നമുക്ക് മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ദ ടെമ്പറേച്ചർ ഓഫ് മൈക്രോ സ്കെയിൽ ഡിവൈസസ് ക്യാൻ ബി റൈസ്ഡ് ബൈ അബ്സോർഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓമിക് ഹീറ്റിംഗ്, കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ ഹീറ്റിംഗ്. അന്നേരം നമ്മൾ ടെമ്പറേച്ചർ അബ്സോർഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് എന്തുമൂലമാണ്? അബ്സോർഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. അതേപോലെ ഓമിക് ഹീറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. അതുകൂടാതെ കണ്ടക്ഷൻ, കൺവെൻഷൻ ഹീറ്റിംഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ഇനി കൂളിംഗ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം? കൂളിംഗ് ക്യാൻ ബി അച്ചീവ്ഡ് വയ conduction dissipation, convection dissipation, radiation dissipation and achieve thermoelectric cooling. അന്നേരം ഈ രീതിയിലൊക്കെ നമുക്ക് കൂളിങ്ങും പ്രൊവൈഡ് ചെയ്യാം. കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇതിനെ തിരിച്ച് ആ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നേരം കൂളിംഗ് ഏതെല്ലാം രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം? കണ്ടക്ഷൻ ഡിസിപ്പേഷൻ, അല്ലെങ്കിൽ കൺവെൻഷൻ ഡിസിപ്പേഷൻ, അല്ലെങ്കിൽ റേഡിയേഷൻ ഡിസിപ്പേഷൻ, അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് കൂളിംഗ് മെത്തേഡ്. ഈ ഇത്രയും രീതിയിൽ നമുക്ക് ഇതിനകത്ത് തെർമൽ ആക്ച്വേറ്റേഴ്സിനകത്ത് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു കോമൺ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് ഇജക്റ്റ് ചെയ്യുന്നത് ഈ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ഇങ്ക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത്. അന്നേരം ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് ഇങ്ക് ഡ്രോപ്ലെറ്റ് ഇജക്റ്റ് ചെയ്യുന്നത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ഇങ്ക്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ക്ജെറ്റ് പ്രിൻ്റർ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു അതിനകത്ത് ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് ഇങ്ക് ഡ്രോപ്ലെറ്റ്സ് ഇജക്റ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ ലിക്വിഡ് ഇങ്ക്സിൻ്റെ തെർമൽ എക്സ്പാൻഷനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് ഒരു സിംഗിൾ തെർമൽ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ നോസിലിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഫ്ലൂയിഡ് ചേംബർ ഉണ്ട്, അവിടെ ഒരു ഓപ്പണിങ്ങും കാണാം. ഫ്ലൂയിഡ് ചേംബർ വിത്ത് ആൻ ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സബ്സ്ട്രേറ്റിനകത്ത് നമ്മൾ എംബഡ് ചെയ്തിട്ടുണ്ട്? ഒരു മൈക്രോ ഹീറ്റർ എംബഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൈക്രോമീറ്റർ റേഞ്ചിലാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു ഹീറ്ററിലോട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് അപ്ലൈ ചെയ്യുകയാണ്.
ആ ഹീറ്ററിലോട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹീറ്ററിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും അത് ഒരു വേപ്പർ ബബിള് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പർ ബബിള് നമ്മുടെ ലിക്വിഡ് ഇങ്കിനെ സ്ക്യൂസ് ചെയ്യുകയും അങ്ങനെ ഡ്രോപ്ലെറ്റ് ഇജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ കാണുന്നത്. വേപ്പർ ബബിൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഡ്രോപ്ലെറ്റ് ഇജക്റ്റ് ചെയ്യുന്നതുമാണ് രണ്ടാമത്തെ ഡയഗ്രത്തിനകത്ത് കാണുന്നത്. ദെൻ നമ്മൾ അത് കൂൾ ചെയ്യുകയാണെങ്കിൽ ഈ വേപ്പർ ബബിൾ കൊളാപ്സ് ചെയ്യുകയും ക്യാവിറ്റി പഴയ പോലെ റീഫിൽഡ് വിത്ത് ഇങ്ക്, ആ ഇങ്ക് കൊണ്ട് പിന്നെ റീഫിൽ ചെയ്യുകയും അത് അടുത്ത ഫയറിങ്ങിന് വേണ്ടിയിട്ട് റീഫിൽ ചെയ്ത് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിനകത്ത് ഈ പ്രോസസ്സ് നടക്കുന്നത് വെരി ഫാസ്റ്റായിട്ടാണ്. അന്നേരം ഇതിനകത്ത് വേപ്പർ ബബിൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഏതാണ്ട് 1 മൈക്രോമീറ്റർ അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും വേപ്പർ ബബിൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതേപോലെ ഏതാണ്ട് 50 മൈക്രോ സെക്കൻഡ് സമയമാണ് ഇത് ഇങ്ക് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. തിരിച്ച് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 24 മൈക്രോ സെക്കൻഡാണ് സമയം എടുക്കുന്നത്. അന്നേരം അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ പ്രോസസ്സ് എല്ലാം ഇതിനകത്ത് നടക്കുന്നത്. സോ ഒന്നുകൂടെ പറയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൈക്രോ മെഷീൻഡ് ഫ്ലൂയിഡ് ചേംബർ വിത്ത് ആൻ ഓപ്പണിംഗ്. Micro heater is embedded on the substrate within the cavity. Then a pulse of electric current raises the temperature of the heater and produces a vapor bubble that squeezes the liquid ink and ejects the droplet. Upon cooling, the vapor bubble collapses and the cavity is refilled with the ink again for the next firing. It takes 1 microsecond or less for the vapor bubble to initiate and 15 microsecond for the ink to be ejected. The refill of the cavity takes approximately 24 microsecond. Okay, ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ബേസ്ഡ് ഓൺ തെർമൽ എക്സ്പാൻഷൻ നോക്കാം. തെർമൽ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെൻസേഴ്സിനെയും ആക്ച്വേറ്റേഴ്സിനെയും ഒക്കെ പറ്റി നമുക്ക് നോക്കാം. The dimension and volume of structures made of semiconductors, metals and dielectric materials would increase upon temperature rise. അപ്പം നമ്മൾ സെമികണ്ടക്ടർ മെറ്റീരിയലിൻ്റെ അതേപോലെ മെറ്റൽസ്, ഡയലക്ട്രിക് മെറ്റീരിയൽസ് അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഡയമെൻഷനും അതേപോലെ വോളിയവും, ഈ സ്ട്രക്ചറിൻ്റെ എല്ലാം ഡയമെൻഷനും വോളിയവും എല്ലാം ടെമ്പറേച്ചർ റൈസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് വോള്യൂമെട്രിക് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. വോള്യൂമെട്രിക് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ യൂസ് ചെയ്തിട്ടാണ്. അന്നേരം വോള്യൂമെട്രിക് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ റിലേറ്റീവ് ചേഞ്ച് ഓഫ് വോളിയം ടു ദ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വേരിയേഷനനുസരിച്ച് വോളിയത്തിന് എന്തുമാത്രം ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോള്യൂമെട്രിക് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ആൽഫ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ റിലേറ്റീവ് ചേഞ്ച് ഓഫ് വോളിയം ടു ദ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ. അടുത്തൊരു കോഎഫിഷ്യൻ്റാണ് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ബീറ്റ. ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ഡെനോട്ട് ചെയ്യുന്നത് ബീറ്റ. അപ്പോൾ ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും, 1 ഡയമെൻഷനിൽ മാത്രമായിരിക്കും ചേഞ്ച് സംഭവിക്കുന്നത് ഈ ബീറ്റ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റിന് ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം. ഓക്കെ, സോ വി ക്യാൻ സേ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ബീറ്റ is the change of only 1 dimension of an object due to the temperature variation. So we can write beta is equal to delta L divided by L the whole divided by delta T. So there is a relationship between volumetric and linear expansion coefficient. ഞാൻ പറഞ്ഞു മറ്റേ ഇതിൻ്റെ വോളിമെട്രിക്കിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും വോളിയത്തിനാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, മൊത്തത്തിൽ ആയിരിക്കും ചേഞ്ച് സംഭവിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും എന്താണ്, ഒരു ഡയറക്ഷനിൽ 1 ഡയമെൻഷനിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിമെട്രിക് ആൻഡ് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്സ് ആർ റിലേറ്റഡ് ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 3 times ബീറ്റ എന്ന് നമുക്ക് എഴുതാം. സോ നമുക്കിനി അടുത്തത് തെർമൽ ബൈമോർഫ് പ്രിൻസിപ്പിൾ നോക്കാം. So what is thermal bimorph? The thermal bimorph consists of 2 materials joined along their longitudinal axis serving as a single mechanical element. തെർമൽ ബൈമോർഫ് എന്ന് പറയുമ്പം അതിനകത്ത് 2 മെറ്റീരിയൽസ്
അത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഒറ്റ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ തെർമൽ ബൈമോർഫിൽ അങ്ങനെയാണ് മെറ്റീരിയൽ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. രണ്ട് മെറ്റീരിയൽ അവരുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അത് ഒറ്റ മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ തെർമൽ ബൈമോർഫ് നമ്മൾ ആക്ച്വേഷൻ എലമെൻ്റായിട്ടും അതേപോലെ സെൻസിങ് എലമെൻ്റായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഫിഗർ കണ്ടല്ലോ, ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ബൈമെറ്റാലിക് കാൻറ്റിലിവർ ബീമാണ്. കാൻറ്റിലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സൈഡ് ഫിക്സഡും മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബൈമെറ്റാലിക് കാൻറ്റിലിവർ ബീമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബൈമെറ്റാലിക് ബീമിനെ നമുക്ക് എന്തെന്നും പറയാം, ബൈമോർഫ് എന്ന് പറയാം. കാരണം എന്താ, രണ്ട് ബൈമോർഫ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് മെറ്റാലിക് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ചേർത്തിട്ടാണ് നമ്മൾ ഒരു ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കമ്പൈൻ ചെയ്താണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ബൈമോർഫ് ഫോം ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. സെയിം ലെങ്താണ്, സെയിം ലെങ്ത് എല്ലായിരിക്കും രണ്ടിനും നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. കണ്ടോ, അതിനകത്ത് നിങ്ങൾക്ക് കാണാം മേളിലുള്ള മെറ്റീരിയലിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് α1ഉം താഴെയുള്ളതിൻ്റെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത് α2ഉമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ എടുത്തിരിക്കുന്നത് α1 ഈസ് ഗ്രേറ്റർ ദാൻ α2 എന്നാണ്. നമ്മളിവിടെ ഒരു യൂണിഫോം ടെമ്പറേച്ചർ റൈസ് ∆T ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹീറ്റ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മെറ്റൽസിനും എന്ത് സംഭവിക്കും, ആ രണ്ട് മെറ്റൽസിൻ്റെയും ലെങ്ത്തിന് ഇൻക്രീസ് സംഭവിക്കും. പക്ഷേ ഈ ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് മെറ്റൽസും ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഡിസിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് ബിക്കോസ് വി ആർ ടേക്കിംഗ് ഡിഫറൻറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് ടെമ്പറേച്ചർ ഫോർ ടു ഡിസിമിലർ മെറ്റീരിയൽസ്. നമ്മൾ ഈ രണ്ട് മെറ്റീരിയലിൻ്റെയും കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന CTE എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് രണ്ടും എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻറ്റ് റേറ്റിലായിരിക്കും ആ രണ്ട് മെറ്റീരിയലിനും എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. അതുമാത്രമല്ല നമ്മളിവിടെ എടുത്തിരിക്കുന്നത് α1 ഈസ് ഗ്രേറ്റർ ദാൻ α2 ആണ്. സോ ബെൻഡിങ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. കാരണം എന്താണ്, മേളിൽ കൂടുതൽ എക്സ്പാൻഷൻ നടക്കും, താഴെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അന്നേരം മേളിലുള്ള കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങോട്ട് ബെൻഡ് ചെയ്യും, താഴോട്ടായിരിക്കും ബെൻഡിങ് നടക്കുന്നത്. സോ ഇതാണ് ഒരു തെർമൽ ബൈമോർഫിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തെർമൽ ബൈമോർഫിനെ നമുക്ക് ഇങ്ങനെയും പറയാം. തെർമൽ ബൈമോർഫിനെ പറയുന്ന വേറൊരു പേരാണ് ബൈമെറ്റാലിക് ആക്ച്വേറ്റർ, ബിക്കോസ് വി ആർ യൂസിങ് ടു ഡിസിമിലർ മെറ്റൽസ്. ഇനി ഇതിനകത്ത് എന്താണ്, ആ ഡിഫോംഡ് സ്ട്രക്ചറിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനുള്ള എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, ഇല്ലാത്തവർ അത് ലീവ് ചെയ്യാം, കുഴപ്പമില്ല. സോ ഇവിടെ വാല്യൂ ഓഫ് തീറ്റ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ തീറ്റ ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ R, ആ ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സോ ദ ഇക്വേഷൻ ഫോർ ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാൻഡിലിവർ ക്യാൻ ബി റിട്ടൺ ആസ് D ഈസ് ഈക്വൽ ടു R മൈനസ് R കോസ് തീറ്റ. ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ആ ഫിഗറിനകത്ത് കാണാം. ആ കാൻഡിലിവർ ബീമിനുണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് D ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് D ഈസ് ഈക്വൽ ടു R മൈനസ് R കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മുടെ ഓവറോൾ ബെൻഡിങ് ആംഗിൾ സ്മാൾ ആണെങ്കിൽ നമുക്ക് ആ കോസ് തീറ്റയുടെ ടൈലർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് ടേംസ് മാത്രം എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. ടൈലർ സീരീസ് പഠിച്ചിട്ടുണ്ടല്ലോ, അന്നേരം കോസ് തീറ്റയെ നമുക്ക് ടൈലർ എക്സ്പാൻഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1 മൈനസ് 1/2 തീറ്റ സ്ക്വയർ 0 ഇൻറ്റു തീറ്റ റേസ് ടു 4 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഓവറോൾ ബെൻഡിങ് ആംഗിൾ എന്ന് പറയുന്നത് സ്മാൾ ആയിട്ട് എടുത്തു. സോ ദ ഓവറോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് 1/2 R തീറ്റ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് തെർമൽ ബൈമോർഫ് പ്രിൻസിപ്പിൾ. അടുത്ത് നമുക്ക് തെർമോകപ്പിൾസ് നോക്കാം. തെർമോകപ്പിൾസിൻ്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീബക്ക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് തെർമോകപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. എന്താണ് സീബക്ക് എഫക്റ്റ്? സീബക്ക് ഡിസ്കവേർഡ് ദാറ്റ് എ വോൾട്ടേജ് വാസ് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ലൂപ്പ് കണ്ടെയ്നിങ് ടു ഡിസിമിലർ മെറ്റീരിയൽസ് when the temperature at the joint between two materials was increased above the room temperature. സീബക്ക് കണ്ടെത്തി എന്താണ്, രണ്ട് ഡിസിമിലർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടക്ടർ ലൂപ്പിനകത്ത്
വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നു. എപ്പോഴാണ്? when the temperature at the joint between the two material was increased above room temperature. ആ ജോയിൻറ്റിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിനെക്കാട്ടിയും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം സീബക്ക് കണ്ടെത്തിയത്. സോ സീബക്ക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? തെർമൽ കപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. അന്നേരം തെർമൽ കപ്പിൾസിൽ 2 wires മെയ്ഡ് ഓഫ് ഡിസിമിലർ മെറ്റീരിയൽസ് ആർ ജോയിൻറ്റ് അറ്റ് 1 point. ഈ തെർമോകപ്പിൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ജോയിൻറ്റ് സെൻസിങ് ജംഗ്ഷൻ ആൻഡ് ദ റെഫറൻസ് വൺ. അതുകൂടാതെ നമ്മൾ പറഞ്ഞു സീബക്ക് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡെവലപ്പ് ആവുമെന്ന് പറഞ്ഞു. സോ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം എ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ദെയർ 2 junctions. So Seebeck found that the open circuit voltage is linearly proportional to the difference of temperature. അന്നേരം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ആ ടെമ്പറേച്ചർ ഡിഫറൻസുമായിട്ട് ലീനിയർലി പ്രൊപ്പോർഷണലാണ്. അന്നേരം എന്താണ് സീബക്ക് കോയിഫിഷ്യൻറ്റ്? സീബക്ക് കോയിഫിഷ്യൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എസ് യൂസ് ചെയ്തിട്ടാണ്. അന്നേരം സീബക്ക് കോയിഫിഷ്യൻറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെവലപ്ഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അന്നേരം ടെമ്പറേച്ചർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെയും കൂടെയും റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീബക്ക് കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. ഫിഗർ എ ചെക്ക് ചെയ്യുക. ഫിഗർ എ എന്ന് പറയുന്നത് ഒരു തെർമോ കപ്പിൾ എലമെൻ്റാണ്. അവിടെ 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഡിഫറെൻറ്റ് മെറ്റൽസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനും എ എന്ന് പറയുന്ന മെറ്റീരിയലിനും ബി എന്ന് പറയുന്ന മെറ്റീരിയലിനും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സീബക്ക് കോയിഫിഷ്യൻ്റ് ആയിരിക്കും ഉള്ളത്. അതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഉള്ളതിനെ ആൽഫ എ കൊണ്ടും താഴെ ഉള്ളതിനെ ആൽഫ ബി കൊണ്ടും. സീബക്ക് കോയിഫിഷ്യൻ്റ് ആൽഫ എ മുകളിലുള്ളതിന് ആൽഫ ബി താഴെയുള്ളതിന്. അതുകൊണ്ട് ടോപ്പ് ആമിൻ്റെ ഡെൽറ്റ വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ബോട്ടം ആമിൻ്റെ ആകുമ്പോഴത്തേക്കും ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ആൽഫ ബി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ ഫിഗർ ബിയിൽ നമ്മൾ ഇനി ഫിഗർ ബി നോക്കുക. ഫിഗർ ബിയിൽ നമ്മൾ ഈ 2 ഡിസിമിലർ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ജോയിൻ ചെയ്തിരിക്കുകയാണ്. എയും ബിയും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ജോയിൻ ചെയ്യുമ്പോൾ സീബക്ക് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആൽഫ എ ബി ആവും. ആൽഫ എ ബി ഇസ് ഈക്വൽ ടു ആൽഫ എ മൈനസ് ആൽഫ ബി. ഇവിടെ ജോയിൻ ചെയ്ത ആ റീജിയണിൽ ഹൈ ടെമ്പറേച്ചറാണ്. അതേപോലെ ഓപ്പൺ പോയിൻറ്റിൽ റെഫറൻസ് ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് വോൾട്ടേജിലെ ഡെൽറ്റ വി അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മാറിയല്ലോ. എന്താണ്? ആൽഫ എ മൈനസ് ആൽഫ ബി. അന്നേരം ആൽഫ എ മൈനസ് ആൽഫ ബി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ. ഈ തെർമൽ കപ്പിൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമൽ സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു തെർമൽ കപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള കുറേ തെർമോ കപ്പിൾസ് നമുക്ക് ഒന്നിച്ച് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് തെർമോപൈൽ. ആ തെർമൽ പൈലിൻ്റെ ഡയഗ്രമാണ് നിങ്ങൾ ഫിഗർ സിയിൽ കാണുന്നത്. ഇവിടെ നമ്മൾ 3 തെർമൽ കപ്പിൾസ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഈ ഫിഗറിൽ. അതുകൊണ്ട് ഇവിടുത്തെ ഡെൽറ്റ വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു ആൽഫ എ മൈനസ് ആൽഫ ബി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ ദ അഡ്വാൻറ്റേജസ് ഒന്ന് പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് തെർമോകപ്പിൾ ആണ്: പ്രൊവൈഡ്സ് ആൻ ഔട്ട്പുട്ട് വിത്തൗട്ട് ഓഫ്സെറ്റ് ആൻഡ് ഓഫ്സെറ്റ് ഡ്രിഫ്റ്റ്, ഡസ് നോട്ട് സഫർ ഫ്രം ഇൻ്റർഫറൻസ് ഫ്രം എനി ഫിസിക്കൽ ഓർ കെമിക്കൽ സിഗ്നൽസ് എക്സെപ്റ്റ് ഫോർ ലൈറ്റ്, ഡസ് നോട്ട് റിക്വയർ എനി ഇലക്ട്രിക്കൽ ബയാസിങ് ആൻഡ് ഈസ് സെൽഫ് പവേഡ്. ഇതിന് ബയാസിങ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് സെൽഫ് പവേഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഈ സീബക്ക് കോയിഫിഷ്യൻ്റ് ഒരു തെർമോ കപ്പിളിൻ്റെ കേസിൽ വരുമ്പോൾ സീബക്ക് കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. 2 മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ സീബക്ക് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആൽഫ എ ബി ആണ്. അത് ആൽഫ എ മൈനസ് ആൽഫ ബി ആണ്. തെർമോ പൈൽ എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ തെർമൽ കപ്പിൾസ് ആർ കണക്റ്റഡ് ഇൻ ആൻ എൻഡ് ടു എൻഡ് ഫാഷൻ. ഒന്നിലധികം തെർമൽ കപ്പിൾസ് എൻഡ് ടു എൻഡ് ഫാഷനിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് തെർമൽ പൈൽ എന്ന് പറയുന്നത്. അതുപോലെ തെർമൽ പൈലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 തെർമോ കപ്പിളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് തെർമൽ റെസിസ്റ്റേഴ്സ്. തെർമൽ റെസിസ്റ്റർ എന്താണ്?
The resistance value of a resistor is, നമ്മൾ സാധാരണ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? R is equal to rho L by A എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം the resistance value of a resistor is a function of resistivity and its dimension including length and the cross-sectional area. Thermal resistor is an electrical resistor with an appreciable temperature sensitivity. So the resistance of a thermal sensor R is related to the ambient temperature by the equation RT is equal to R0 into 1 plus alpha R into T minus T naught. ആ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ RT R0 എന്നൊക്കെ പറയുന്നത് the resistance at temperature T and T0. T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും T0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുമുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് RTയും R0യും. ആൽഫ ആർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ TCR ആണ്. സാധാരണയായിട്ട് ഈ തെർമൽ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, ഈ റെസിസ്റ്ററിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, ഈ ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യും. ഇനി മെറ്റൽ റെസിസ്റ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ റൈസസ് introduces enhanced lattice vibration which tends to impede the movement of charge carriers. അന്നേരം മെറ്റൽ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ടാക്കുകയും അതുമൂലം ചാർജ് കാരിയേഴ്സിന് മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. സെമി കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ അഫക്ട്സ് ദ ലാറ്റിസ് സ്പേസിംഗ് ആൻഡ് ഇൻ ടേൺ ദ എഫക്റ്റീവ് മാസ് ആൻഡ് മൊബിലിറ്റി ഓഫ് ദ ചാർജ് കാരിയേഴ്സ്. അന്നേരം സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ എഫക്റ്റ് ലാറ്റിസ് സ്പേസിങ്ങും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലാറ്റിസ് സ്പേസിങ്ങിനെയും അതേപോലെ എഫക്റ്റീവ് മാസും അതേപോലെ മൊബിലിറ്റി ചാർജ് കാരിയറിൻ്റെ മൊബിലിറ്റിയും എല്ലാം അഫക്റ്റ് ചെയ്യും. സാധാരണയായിട്ട് നമ്മൾ മെറ്റൽസ് ആണ് തെർമൽ റെസിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിംപ്ലിസിറ്റി ഓഫ് പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിംഗ് സിംപ്ലിസിറ്റിയാണ് നമ്മൾ മെറ്റൽസ് പ്രിഫർ ചെയ്യാനുള്ള മെയിൻ റീസൺ. Temperature coefficient of resistance can be measured simply by heating up the resistor using temperature controlled stage and monitoring the resistance value. The current and voltage used to interrogate the resistance value of the thermoresistor introduce heat to it. It is called self-heating. So ഈ VI ക്യാരയാണ് ഒരു തെർമൽ റെസിസ്റ്ററിൻ്റെ VI ക്യാരയാണ്. അന്നേരം ഓംസ് ലോ അറിയാലോ, V is proportional to I, അത് ലീനിയർ ആയിരിക്കും. TCR തെർമൽ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൂടിയാലാണെങ്കിൽ, സീറോയെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അത് ഡൗൺവേഡ് എന്ന് വെച്ചാൽ ഓംസ് ആ ലീനിയർ കർവിന് താഴെയായിരിക്കും. അതേസമയം TCR കുറവാണെങ്കിൽ ആ ലീനിയർ കർവിന് മുകളിലോട്ടായിരിക്കും ആ കർവിന് വേരിയേഷൻ സംഭവിക്കുന്നത്. സോ ആ VI ക്യാരയുടെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഓംസ് ലോ ഫോളോ ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷേ തെർമോ റെസിസ്റ്ററിൻ്റെ കേസിൽ അത് എന്താണ്, ഈ TCRന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ആ VI ക്യാരയ്ക്ക് വേരിയേഷൻ സംഭവിക്കും. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഈ ഡിഗ്രി ഓഫ് ബെൻഡിങ്, ഈ റെസിസ്റ്ററിൻ്റെ VI ക്യാരയുടെ ഡിഗ്രി ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത് കോറിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തെർമൽ ഐസൊലേഷനുമായിട്ടാണ്. രണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള തെർമൽ റെസിസ്റ്റർ എടുക്കുക. ഒന്നിന് ബെറ്റർ ആയിട്ടുള്ള തെർമൽ ഐസൊലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് എ ഗ്രേറ്റർ ടെമ്പറേച്ചർ ആൻഡ് ഹയർ ഡിഗ്രി ഓഫ് റെസിസ്റ്റൻസ് ചേഞ്ച് അണ്ടർ എ ഗിവൺ ഇൻപുട്ട് പവർ. അതേസമയം പുവർ തെർമൽ ഐസൊലേഷൻ ആണെങ്കിൽ അതിന് ലോവർ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിൽ ആയിരിക്കും. സോ its VI curve will experience less bending. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് തെർമൽ ആക്ച്വേറ്റേഴ്സാണ്. അതിനകത്ത് തെർമൽ ബൈമോർഫ് പഠിച്ചു, തെർമൽ കപ്പിൾഡ് പഠിച്ചു, തെർമോപൈൽ പഠിച്ചു, തെർമൽ റെസിസ്റ്റേഴ്സ് പഠിച്ചു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ഇൻ ദ നെക്സ്റ്റ്